ആദരവോടെ ക്ഷണിക്കുകയാണ്. സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷം നമ്മുടെ സ്കൂളിൽ ഈ ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പിന് വരവേൽക്കാൻ കഴിഞ്ഞത്. നമ്മളെല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്. നമ്മുടെ പ്രസിഡന്റ് പള്ളിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ സാറിനാണ്. സാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാട്ടാക്കട മണ്ഡലം MLA ശ്രീ IB സതീഷ് സാറുണ്ട്. സാറ് നമുക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വികാരം തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ഒളിമ്പിക്സിന്റെ ഭാഗ്യത്തിനാണ് തങ്കുവിന്റെ ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത്. 21-ാം തീയതി മുതൽ നാളെ മുതൽ തിരുവനന്തപുരം ഇന്ത്യയിലെമ്പാടുമുള്ള കായിക പ്രേമികളുടെ കണ്ണെത്തുന്ന ദൂരമായി മാറുകയാണ്. സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന, സ്പോർട്സിൽ അഭിനമിക്കുന്ന മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം തിരുവനന്തപുരത്തേക്ക് വിട്ടുപോകും. ഒളിമ്പിക്സിന്റെ മാതൃകയാണ് നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് ആദ്യമാണ്. അങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ട്രോഫി വിജയികൾക്ക് സമ്മാനിക്കും. അതിന്റെ മാതൃകയാണ് കാസർഗോഡ് മുതൽ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഗിരീഷ് ചോരയിലാണ് ഈ സ്വർണ്ണ ട്രോഫിയുമായി കാസർഗോഡ് മുതൽ കഴിഞ്ഞ 14 ദിവസമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു, എങ്ങനെയുണ്ട് എല്ലായിടത്തെയും സ്വീകരണം എന്ന്. അദ്ദേഹം പറഞ്ഞു, എല്ലായിടത്തും ഗംഭീര സ്വീകരണമായിരുന്നു. നിയമം വിട്ടതിലുള്ള സ്വീകരണം അതിഗംഭീരമായിരുന്നു, അതിപൊളിയായിരുന്നു. നമ്മളെ ഈ നിമിഷം ആഘോഷിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലയാണെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ജില്ലയിൽ ട്രോഫി വന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ജില്ലയുടെ നമ്മളാണ് ആതിഥ്യം അല്ലെന്ന ജില്ല. അപ്പം നമുക്ക് അനേകം ജോലികളും ഉത്തരവാദിത്വം ജില്ലയെ സംബന്ധിച്ച് വിശദമായ ഒരു കാര്യം ചെറുവാക്കുകളിലാണ് എങ്കിലും പറഞ്ഞത്. ഏകദേശം 16 ദിവസങ്ങൾ കൊണ്ട് റിലീസ് അതിന്റെ കൂടെ 16-ാം തീയതി തൊട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഈ വേദിയിൽ ഇരിക്കുന്ന വ്യക്തിത്വം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ തന്നെ വേദി മറ്റൊരു കാര്യങ്ങൾ സുജിൽ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇരുന്നത് എന്നതിനെ സംബന്ധിച്ചുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ നമ്മുടെ 21-ാം തീയതി നമ്മുടെ ജില്ല സ്കൂൾ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുകയാണ്. അപ്പോൾ 21-ാം തീയതി മുതൽ നമ്മുടെ നാട് മുഴുവൻ തന്നെ സ്കൂൾ കായിക വേദിയുമായി മുന്നോട്ട് നിൽക്കുകയാണ്. ഭാരിച്ച ഉത്തരവാദിത്തത്തിലൂടെയും വളരെ സുന്ദരിയായിട്ട് മുഖത്ത് യാതൊരു ഭാവപ്രകടനവുമില്ലാതെ ഇവിടെ വന്നു